കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പാറക്കല്ല് കാണുന്നത്. അത് പൊട്ടി വീഴുകയും അതിൻ്റെ അകത്തേക്ക് നോക്കുന്ന സമയത്താണ് ഇങ്ങനെ കുറേ കുടുക്ക പോലത്തെ കുറച്ച് പാത്രങ്ങൾ കണ്ട്. അതിനുശേഷം ഞാൻ ഒരു അരയടി ആഴത്തോടും കൂടി കുഴിച്ചു നോക്കുമ്പോൾ ചെറിയ മണകരങ്ങളും അതേപോലെ തന്നെ കൽമഴവിൻ്റെ ഒരു പാതി കഷ്ണവും ലഭിച്ചു. വീണ്ടും അവരെത്തി ഇവിടെ ജോലി തുടങ്ങി. അതിനുശേഷമാണ് വേറെ 3 അറകൾ കൂടി ഇവിടെ കാണപ്പെടുന്നത്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്കടുത്തുള്ള ചേനോളിയിലാണ്. ഇവിടെ ചേനോളിയിൽ ഒറ്റപ്പുരയ്ക്കൽ സുരേന്ദ്രൻ എന്നയാളിൻ്റെ വീടിൻ്റെ ശുചിമുറിക്ക് വേണ്ടി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു കുഴിയെടുക്കുന്നു. എന്നാൽ ഏതാനും അടി താഴ്ചയിലേക്ക് കുഴിച്ചപ്പോൾ തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചില ദൃശ്യങ്ങളാണ് കണ്ടത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്ന ചില പാത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഗുഹാമുഖത്തേക്കാണ് ആ ശുചിമുറിക്ക് വേണ്ടി കുഴിച്ച കുഴി തുറന്നത്. എല്ലാവരും അത്ഭുതത്തിലാണ്. തുടർന്ന് അവർ പുരാവസ്തു വകുപ്പിനെ വിവരം അറിയിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടവർ സ്ഥലത്തെത്തുന്നു. ഇത് 2500 വർഷത്തോളം പഴക്കമുള്ള കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ചില അവശിഷ്ടങ്ങളാണ് എന്നാണ് നിലവിൽ പുരാവസ്തു വകുപ്പ് പറയുന്നത്. നമുക്ക് എന്തൊക്കെയായാലും ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. നിലവിൽ 3 ഗുഹാമുഖങ്ങളാണ് പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തൊക്കെയായാലും അവരിപ്പോൾ ഇത് അടച്ചു വച്ചിരിക്കുകയാണ്. ഒരെണ്ണം മാത്രമേ തുറന്നിട്ടുള്ളൂ. മറ്റു 2ഉം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പുരാവസ്തു വകുപ്പ് തുറക്കുകയും അപ്പോൾ അതിനകത്ത് എന്താണ് ഉള്ളത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യും. എന്തൊക്കെയായാലും ഇതിനെക്കുറിച്ച് ഒറ്റപ്പുരയ്ക്കൽ സുരേന്ദ്രൻ, അദ്ദേഹത്തിന്റെ മകനും അയൽവാസിയും ഒക്കെ മറുനാടനോട് സംസാരിച്ചു. നമുക്ക് എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത് എന്നൊന്ന് കേൾക്കാം. ഇതെങ്ങനെയാണ് ഈ ഒരു ഗുഹയും കാര്യങ്ങളും കണ്ടെത്തിയത്? അത് ഏകദേശം പറഞ്ഞാൽ 2000-2500 വർഷം മുമ്പുള്ള ചങ്ങലയാണ് ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് എൻ്റെ വീട്ടുകാരെന്ന് കണ്ടെത്തിയത്. ഇത് ആദ്യം കുളിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് കുറച്ച് തെളിവുകളൊക്കെ കണ്ടെത്തിയിരുന്നു. ഈ ഉപ്പുവറപ്പല്ല് പാകിയ തോതിലാണ് ആദ്യം എനിക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഞാൻ ഒരു അരയടി ആഴത്തോടും കൂടി കുഴിച്ചു നോക്കുമ്പോൾ ചെറിയ മണകരങ്ങളും അതേപോലെ തന്നെ കൽമഴവിൻ്റെ ഒരു പാതി കഷ്ണവും ലഭിച്ചു. അതുകൊണ്ട് ഏകദേശം ഒരു 1 മീറ്റർ ആഴത്തോളം കുഴിച്ചപ്പോഴാണ് ചെങ്ങളുടെ അറയുടെ കരിങ്കല്ലിൽ പണിത അടപ്പ് എനിക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം അടപ്പ് കളിമണ്ണ് കൊണ്ട് അടച്ച രീതിയായിരുന്നു. അത് ഞാൻ ചെറുങ്ങനെ തുറന്നു നോക്കുമ്പോൾ മൺകരങ്ങളുടെ ചെറിയ കഷ്ണങ്ങൾ അതേപോലെ തന്നെ മൺകരങ്ങൾ കാണാൻ സാധിച്ചു. ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ബാത്റൂമിന് വേണ്ടി കുഴിക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം ഇവിടെ കുഴിച്ചിടുന്നു ബാക്കിൽ. അത് കഴിഞ്ഞ് അവിടെ കുറച്ച് കടുപ്പായതിനെ കൊണ്ട് ഇവിടത്തേക്ക് മാറി കുഴിച്ചു. അപ്പോൾ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പാറക്കല്ല് കാണുന്നത്. അത് പൊട്ടി വീഴുകയും അതിൻ്റെ അകത്തേക്ക് നോക്കുന്ന സമയത്താണ് ഇങ്ങനെ കുറേ കുടുക്ക പോലത്തെ കുറച്ച് പാത്രങ്ങൾ കണ്ട്. അപ്പോൾ തന്നെ നമ്മൾ നാട്ടുകാരെ ഇവിടെ ഞങ്ങളൊക്കെ വിവരം അറിയിച്ചു. അപ്പോൾ ഇവിടെ KT ബാലകൃഷ്ണ മാഷ് എന്ന് പറഞ്ഞൊരാളുണ്ട്. അയാൾ വിവരം അറിയിച്ച് വാർഡ് മെമ്പർ അറിയിച്ചു. പുരാവസ്തു ഗവേഷകർ വിവരം അറിയിച്ചു. ഉച്ചയോടുകൂടി അവരിവിടെ എത്തി. അതിനുശേഷം അവർ പറഞ്ഞ് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്നലെ മിനിയാന്ന് വീണ്ടും അവരെത്തി ഇവിടെ ജോലി തുടങ്ങി. അതിനുശേഷമാണ് വേറെ 3 അറകൾ കൂടി ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ഇതുവരെ ആ അറകളൊന്നും തുറന്നിട്ടില്ല. ആദ്യത്തെ അറകൾ അവർ വന്ന സമയത്ത് കല്ല് നീക്കിയ സമയത്ത് നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊന്നും പുറത്തെടുത്തില്ല. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം അതെല്ലാം തുറന്നിട്ട് നോക്കാമെന്നാണ് പുരാവസ്തു ഗവേഷകർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളും ഞങ്ങളൊക്കെ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ ഇവിടെ കാത്തിരിക്കുകയാണ്.
ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളത് എന്ന് കരുതപ്പെടുന്ന അവശിഷ്ടങ്ങളാണ് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നിലവിൽ 3 ഗുഹാമുഖങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവയിൽ ഒന്ന് മാത്രമേ തുറന്ന് പരിശോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. മറ്റു 2 തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പുരാവസ്തു വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ എത്തിച്ചേരും. അവർ തുറന്ന് പരിശോധിക്കും. അപ്പോൾ അതിനകത്ത് എന്തെല്ലാമാണ് അടങ്ങിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്തു തന്നെയായാലും പ്രദേശവാസികൾ ആകെ ആകാംക്ഷയിലാണ്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് പേരാണ് പല സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഒരു ഗുഹാമുഖം കണ്ടെത്തിയിരിക്കുന്നു എന്നറിഞ്ഞ് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചരിത്രമാണ് മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്നത്. എന്തൊക്കെയായാലും അതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വരും ദിവസങ്ങളിൽ തന്നെ അറിയാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്നും അൻവറിനൊപ്പം നിഹൽ കക്കാടത്ത്, മറുനാടൻ TV.